സൂര്യ കൊമ്മിനുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ദേ ഇപ്പോൾ ശരിയാക്കി തരാം പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മൾ നേരത്തെ നിന്ന അതേ കോളേജിലാണ്, CIASL അക്കാഡമി കൊച്ചിൻ. ഇവിടെ അതേ ഒരു ബാച്ച് തന്നെ അങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. എന്താണ് അവരിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാം. ഒരു സമയത്ത് ഈ ദിലീപേട്ടൻ, മണിച്ചേട്ടൻ എന്നൊക്കെ പറയുന്നവരുടെ ചിത്രങ്ങൾ നമ്മൾ ഭയങ്കര രസകരമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ കംപ്ലീറ്റ് കോമഡി ചിത്രങ്ങളായിരുന്നു. ശരിക്കും അവരുടെ കോമഡികളൊക്കെ നമുക്ക് അത്രമേൽ ഇഷ്ടവുമാണ്. അപ്പോൾ അങ്ങനെ ആ കോമഡി ചിത്രങ്ങൾ എഴുതപ്പെട്ട ഒരു ചിത്രമാണ് കുബേരൻ. കുബേരനിൽ വളരെ മനോഹരമായ ഒരു സീക്വൻസ് ഉണ്ട്. ഈ ദിലീപേട്ടനെ അന്വേഷിച്ച് മണിച്ചേട്ടൻ വരുന്നത്, അത് മനോഹരമായി തന്നെ ഭയങ്കര രസകരമായിട്ട് തന്നെ മണിച്ചേട്ടനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ആ സീക്വൻസ് ഈ കുട്ടികൾക്ക് കൊടുത്താൽ അവരെങ്ങനെ അത് കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. CIASL കോളേജിലെ ഉഷിരുള്ള കുട്ടികളാണ് ഇവരിങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ഇവർ അഭിനയിക്കാൻ അറിയാവുന്നവരുണ്ട്, പാട്ട് പാടാൻ അറിയാവുന്നവരുണ്ട്, ഒരുപാട് കഴിവുള്ള കുട്ടികളാണ്. അതിനു മുന്നേ ഈ കോളേജിനെ കുറിച്ച് രണ്ട് വാക്ക് വിശദമായി സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഇവിടുത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായ ബാബുരാജ് സാറിനെയും അസിസ്റ്റൻറ്റ് പ്രൊഫസറായ ദീപക് സാറിനെയും ഞാൻ രീതിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഹലോ. കോളേജിനെ കുറിച്ച് രണ്ട് വാക്ക്. ഇത് CIASL കൊച്ചിൻ ഇൻ്റർനാഷണൽ ഏവിയേഷൻ സർവീസസ് ലിമിറ്റഡ് ഒരു സിയാലിൻ്റെ സഹസ്ഥാപനമാണ്. ഇവിടെ 3 വെർട്ടിക്കലാണ് ഉള്ളത്. ഒന്ന് ലൈൻ മെയിൻ്റനൻസ് ഡിവിഷൻ, MRO ഡിവിഷൻ ആൻഡ് CIASL അക്കാഡമി. CIASL അക്കാഡമിയിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏവിയേഷൻ സംബന്ധമായ എല്ലാ ട്രെയിനിങ്ങുകളും ഇവിടെ നൽകുക. അപ്പം അതിനായിട്ട് ഞങ്ങൾ പല ഷോർട്ട് പ്രോഗ്രാംസും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് പല സ്ഥാപനങ്ങളിൽ നിന്ന്, ഏവിയേഷൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ഇവിടെ കുട്ടികൾ പഠിക്കാനായിട്ട് എത്തുന്നു. അതോടൊപ്പം കുസാറ്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥാപനം കൂടിയാണ് ഇത്. 2 പ്രോഗ്രാംസ് ഞങ്ങൾ കുസാറ്റിൻ്റെ നടത്തുന്നുണ്ട്. ഒന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഏവിയേഷൻ മാനേജ്മെൻറ്റ്, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ARFF. ഈ 2 പ്രോഗ്രാമാണ് ഞങ്ങളുടെ ലോങ് ടേം പ്രോഗ്രാം ആയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ കോളേജിനെ കുറിച്ചുള്ള വിശദമായ ഒരു ഡെമോ. ഇനി നമുക്ക് നമ്മുടെ കുട്ടികളിൽ നിന്ന് ഒരാൾ, ആദ്യമായി പാടാൻ കഴിവുള്ള ഒരാൾ, ഒരു പാട്ടോടുകൂടി തന്നെ തുടങ്ങാം. ഒരു പാടാൻ കഴിവുള്ള ഒരാൾ വരിക. ആരാണ്? വരും. എന്താണ് പേര്? എൻ്റെ പേര് ഗോകുൽ. ഗോകുൽ, എവിടെയാണ് നാട്? എൻ്റെ വീട് കളമശ്ശേരിയാണ്. കളമശ്ശേരി. ഏതിനാ ഇവിടെ പഠിക്കുന്നത്? ഞാൻ PGDM കോഴ്സിനാണ് പഠിക്കുന്നത്. അപ്പം നമുക്ക് ആ പാട്ടിലേക്ക് പോകും അല്ലേ? പണ്ടേതോ രാജ്യത്തെ രാജകുമാരിക്ക് മന്ത്രികുമാരനോടിഷ്ടമായി, കാണുവാൻ പോലും അനുവാദമില്ലെന്നാലും ആരാധനയോടവളിരുന്നു. പ്രേമയാമങ്ങളിൽ ഇരുഹൃദയങ്ങളും ഒന്നിച്ചു ചേരാനായി തപസിരുന്നു. സെയ്യാവേ 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 സെയ്യാവേ. താങ്ക് യു. അപ്പോൾ പോകാൻ പറ്റും. ഇനി നമുക്ക് മെയിൻ നമ്മുടെ ആക്ടിങ് സെക്ഷൻ ഉണ്ട്. അതാണ് നമ്മുടെ മെയിൻ. റെഡി, ആക്ഷൻ. സതീർത്തിയോ സതീർത്തിയോ. ഓയ്, അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? രമണി, നീയാണോ ഹോയ് വിട്ടത്? ഞാനല്ല. എന്താ ഇവിടെ? ഇതൊന്ന് പിടിച്ചേ. എനിക്ക് ട്രൗസർ ഒന്ന് കയറ്റിയിടാനാണേ. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയിൽ ഞാൻ വന്നത് നമ്മുടെ സതീർത്യ ഭഗവാനായ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ടാണേ. ശ്രീകൃഷ്ണൻ കാണാൻ ചെന്ന ദിവസം, എവിടെ എൻ്റെ ശ്രീകൃഷ്ണൻ? കൂയ്. ചാക്കിലെ അവിലാണേ, ഒരു കാക്കിലോ അവിലാണേ ചാക്കിലുള്ളത്. പണ്ട് കുചേലൻ കക്ഷത്ത് വെച്ചോണ്ട് വന്ന അവില് പോലെയല്ല ഇത്. പാലക്കാടിൽ നിന്ന് നെയ്തെടുത്ത
അവിലാണേ മറ്റേ വാട്ടകൻ കുചേലൻ ആരാണ്? കുചേലൻ ശ്രീകൃഷ്ണന്റെ കൂട്ടുകാരൻ. ഞാനാ. എന്താ തന്റെ പേര്? രാമാനുജൻ. രാമന്റെ ഏതനുജൻ? ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ, നകുലൻ, സഹദേവൻ. ഇതിലേതാ താൻ? ഇതിലൊന്നും പെടാത്തൊരു അനുജനാ. തലയിൽ അവില് തലയില് ചാക്കില് അവിലാണ്, കാക്കിലോ അവില്. തലക്കകത്തല്ല ചാക്കിൽ എന്താന്ന് ചോദിച്ചത്? ചാക്കിലോ? ചാക്കിലൊരു കാക്കിലോ അവില? പണ്ട് കുചേലൻ കക്ഷത്ത് വെച്ചോണ്ട് പോയ പോലത്തെ വിയർപ്പ് പിടിച്ച അവിലല്ലേ ഇത് പാലക്കാട് നിന്ന് പച്ചപ്പർവതാനിയിൽ മുളപ്പിച്ച് നട്ടെടുത്ത പകല് മുഴുവൻ പണി എടുത്ത് കിട്ടണകാശിന് കള്ളും കുടിച്ച് ഈ അവില് വെള്ളത്തിലാക്കല്ലേ വേലായുധ, ഈ അവില് വെള്ളത്തിലാക്കല്ലേ വേലായുധ. വയലാറെഴുതുമോ ഇതുപോലെ? ഇതായത് രുക്മിണി ദേവിയോ? എങ്ങനെ ഇവനിത് ചാലാക്കി? മേരെ ബേട്ടി ഹമാരാ ബേട്ടി കാ കൈസ അത് കിട്ടൂല. ഓക്കെ, എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വരൂ. ഹലോ. ഹലോ, എന്താണ് പേര്? ഐഷ ഹിബ, ഐഷ. എവിടെയാണ് നാട്? പാലക്കാട്. റെഡി, 1 2 3 സ്റ്റാർട്ട്. സതീർത്യോ, സതീർത്യോ, എവിടെ ഇവൻ? കൂയ്. സതീർത്യോ, സതീർത്യോ, സതീർത്യോ. ഇതൊന്ന് പിടിച്ച് ഇറങ്ങിപ്പോയ ട്രൗസർ ഒന്ന് കയറ്റിയിടാനാ. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച. ഇന്നാണ് കുചേല ദിനം. അതെ, ദരിദ്രനായ കുചേലൻ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പോയ ദിവസം. ചാക്കിൽ അവില. എത്രയുണ്ട്? 1 കിലോ. 1 കിലോ ഉണ്ട്? അതോ 1/4 കിലോ ഉണ്ട്? 1/4 കിലോ. ബില്ലോ? ഇവനാണ് ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവേറായതുകൊണ്ട് വായിൽ എഴുതി കൂട്ടും. പണ്ട് കുചേലൻ കക്ഷത്തിൽ വെച്ച് വിയർപ്പ് പിടിച്ച അവിലല്ല ഇത്. പാലക്കാടിന്റെ പച്ച പർവതാനിയിൽ നിന്ന് പറുദീസയിൽ നിന്നും പാലക്കാടിന്റെ പച്ച പിടിച്ച പറുദീസയിൽ നിന്ന് പർവ്വത പറച്ചോനെ അടിച്ചില്ല. നമഹ എന്ന് പറ. നമഹ. എന്റെ ശബരിമല മുര. പാലക്കാടിന്റെ പച്ച പിടിച്ച പരന്നു കിടക്കുന്ന പച്ച പിടിച്ച പർവ്വതാനിയിൽ നിന്ന് പർവ്വതങ്ങളുടെ പറുദീസയിൽ നിന്നും പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളം കുടിച്ച് എന്റെ ഈ അവില് വെള്ളത്തിലാക്കല്ലേ വേല ഇതാ. അടിപൊളി. എന്റെ ഈ അവില് വെള്ളത്തിലാക്കല്ലേ വേല ഇതാ. പകല് മുഴുവൻ പണി എടുത്ത് പട്ടണ കാശിന് കള്ളും മടിച്ച് ഈ അവില് വെള്ളത്തിലാക്കല്ലേ വേല ഇതോ. ഇതാര്? കൃഷ്ണന്റെ രുക്മിണിയോ? ഇവൻ എങ്ങനെ ഇതിനെ ചാക്കിലാക്കി? ഹമാരാ ബേട്ടി കേസേക്ക് കർണേക്ക് കേക്ക്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? എന്തുണ്ട് നന്ദ? ഹലോ. ഹലോ. എവിടെയാണ് നാട്? എൻ്റെ വീട് ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ? ഞാൻ ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ കുറുപ്പമ്പടി. ഓക്കെ. 1 2 3 സ്റ്റാർട്ട്. സതീർത്യോ, സതീർത്യോ, ഇവൻ എവിടെയാ? ഊയ്, ഇതൊന്ന് പിടിച്ചേ. എന്താ? ചാക്ക. ചാക്കാണോ? ട്രൗസർ ഒന്ന് നേരിടാൻ. ധനുമാസത്തെ ആദ്യത്തെ ബുധനാഴ്ച. ഇന്ന് സതീർത്ഥ ദിനം. ഇന്ന് കുചേല ദിനം. ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ചതുർത്ഥി. ഓക്കെ. ദരിദ്രനായ സുലോചന. ദരിദ്രനായ കുചേലൻ തന്റെ സുഹൃത്തായ സമ്പന്നനായ കൃഷ്ണ ഭഗവാനെ കാണാൻ വന്ന ദിനം. കൂട്ടം കെട്ടിയ നായ്ക്ക് തീട്ടം പോലും കിട്ടൂല എന്ന് പണ്ട് എന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. എവിടെ എന്റെ സതീർത്ഥ്യൻ? ഓയ്, ചാക്കില് ഇതോ ചാക്ക അല്ല. സ്കാൻ ചെയ്യാൻ ഇവന്റെ തല തന്നെ വേണോ? വേണ്ട, തന്റെ തലയായാലും മതി. അതിലാവുമ്പോ വല്ല ചെടിയും വളർത്താലോ. ഇന്ദിരാഗാന്ധിയുടെ അതേ ഹെയർ സ്റ്റൈൽ. ഇതെന്താണ് തലയിലിരിക്കുന്നത്? ചാക്ക്. ചാക്കിലെന്താ? അവില. എത്രയുണ്ട്? 1/4 കിലോ അവില്. പണ്ട് കുചേലൻ കൃഷ്ണ ഭഗവാനെ കാണാൻ കൊണ്ടുപോയ കശത്തിൽ വെച്ച വിയർപ്പ് പിടിച്ച അവിലല്ല. പാലക്കാടിലെ
പാലക്കാടിൽ ആ. പരന്നു കിടക്കുന്ന പർവ്വതങ്ങളിലെ പരദീസയിൽ നിന്നും എടുത്ത് പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളു കുടിച്ച് എൻ്റെ അവില് വെള്ളത്തിലാക്കല്ലേ വേല ഇതാ, എൻ്റെ അവില് വെള്ളത്തിലാക്കല്ലേ വേല ഇതാ. ഇക്കരക്കുത്തരം ചൊല്ലുവാൻ പോരാമോ, ഇല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം. ഇതാരാ എൻ്റെ സതീർത്ഥൻ്റെ രുക്മിണി ദേവിയോ? ഇവനിതെങ്ങനെ ചാക്കിലാക്കി? അമ്മാരെ ബീട്ടിക്ക് കേസ് എന്ത് സ്പാനിഷ് ഒക്കെ പറയുന്ന അമാരെ വേട്ടി വരെ ഓക്കെയാണ്. The vowels didn't come in on the wind of the system on the smartphone. Okay. എന്നാ ഒക്കെ ഒരു കയ്യടി കൊടുക്കുക. ഓടി രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇന്ന് എന്നെ അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ? നിന്നെ ഞാൻ കൊല്ലുടാ. പകല് ചുട്ട കോഴിനെ പറപ്പിക്കാൻ, രാത്രി അതിനെ പിടിച്ച് തിന്ന. വെള്ളടിക്കാ കോഴിനത്തിന്, വെള്ളടിക്കാ കോഴിനത്തിന്. വിളിച്ചപ്പോ ഞാനിവിടെ ഇല്ലെന്ന്. സുഖല്ലേ? എവിടെയാണ് നാട്? കോട്ടയം. പേര് കുഞ്ചാക്കോ. കുഞ്ചാക്കോ ബോബനല്ലല്ലോ. കുഞ്ചാക്കോ. റെഡി, ആക്ഷൻ. സതീർത്തിയാ എവിടെ എൻ്റെ സതീർത്തിയൻ? കൂയ്. ഈ ചാക്കൊന്ന് പിടിച്ചേ. എന്തിനാ? ട്രൗസർ ഒന്ന് കയറ്റിയിടാനാ. ഇന്ന് ധനുമാസത്തെ ആദ്യത്തെ ബുധനാഴ്ച. ഇന്നാണ് കുജാല ദിനം. എന്തിന് കുജേല ദിനം. കുജാല ദിനം. ഇത് ആസാനോട് അടിച്ച് ശിവാശ്രീ മുക്കാ ചക്രത്തിന് കൂതറ സൽസ്യമാച്ചടിച്ചിട്ട് ശിവാശ്രീകളെന്നാ. കുജേലൻ സമ്പന്നനായ സതീർത്ഥനായ തന്റെ കൃഷ്ണ ഭഗവാനെ കാണാൻ പോയ ദിനം. എവിടെയാ എന്റെ സതീർത്ഥൻ? കോയി. ഈ ചാക്കിലോ 1/2 കിലോ അവല. 1/2 കിലോ? കാക്കിലോ അവല. കൂടിയോ? കാക്കിലോ അവല. പണ്ട് കുചേലൻ കൃഷ്ണഭഗവാനെ കൊണ്ടുവന്ന വേർപ്പ് പറ്റിയ കശത്തി വെച്ച വേർപ്പ് പറ്റിയ അവലല്ല, പാലക്കാടിൽ പച്ച പരവതാനിയിൽ ഉള്ള പർവ്വതങ്ങളിലെ പരദീസയിൽ നിന്ന് പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ള് കുടിച്ച് എൻ്റെ ഈ അവല് വെള്ളത്തിലാക്കല് വേലായുധാ, എൻ്റെ അവല് വെള്ളത്തിലാക്കല് വേലായുധാ. ഇതാരിത്? ഇത് എന്റെ കൃഷ്ണന്റെ രുക്മിണി ദേവിയോ? മേരെ ക്യാ ക്യാ കുവാ. मेरे बेटी क्या बीफ फ्राई क्या क्या क्यों आ रहा क्या क्या क्यों आ गया? എന്താണ് മനസ്സിലായില്ല. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആ സിനിമയ്ക്കത് മനസ്സിലാവുന്നില്ല. ഓക്കെ, എന്നാ കൊള്ളാം കേട്ടോ, അടിപൊളി. താങ്ക് യു. എന്താണ് പേര്? ശ്രീരാഗ്. ശ്രീരാഗ് എവിടെയാണ്? നാട് എവിടെയാണ്? തൃശ്ശൂർ. തൃശ്ശൂർ എവിടെയാണ്? തൃശ്ശൂർ ചേരൂർ എന്ന് പറയും. സദൃത്യോ ഊയ്. ഇതൊന്ന് പിടിച്ചേ. എന്തിനാ? ട്രൗസർ ഒന്ന് പൊക്കാനാ. വൃത്തികേട്. അത്രയ്ക്ക് വേണോ? അത് അവിടെ തന്നെ ഇരുന്നോട്ട്, അങ്ങനെ പൊക്കണ്ട, വിട്ടോ. ശരി സാർ. എന്താണ് പേര്? ഷിയാസ്. ഷിയാസ്. ഓക്കെ. ഷിയാസ് എവിടെയാണ്? എവിടെയാണ്? തൃശ്ശൂർ തന്നെ. ഓക്കെ, റെഡി, ആക്ഷൻ. സതീർത്തിയോ കൂയ്. എവിടെ വേൻ? ഈ ചാക്കൊന്ന് പിടിച്ചേ. എന്തിനാ? മറ്റേ പറയല്ല. അല്ല പറയില്ല. എന്തിനാ? ട്രൗസർ ഒന്ന് കയറ്റിയെടുക്കാൻ അല്ലെ? എനിക്ക് ചാക്ക് പിടിക്ക. എന്തിനാ? എന്ന് ഷോർട്സ് ഒന്ന് കയറ്റിയിടാനാ, ട്രൗസർ കയറ്റിയിടാനാ. എന്താ അത്? പൊക്കളല്ല, പിന്നെ അത് കപ്പിളാ. ധനുമാസത്തിൽ ബുധനാഴ്ച. ഇന്നാണ് കുജേല ദിനം. ഭഗവാൻ ശ്രീകൃഷ്ണൻ കുജേലനെ കാണാൻ പോയ ദിവസം. അല്ല, കുജേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോയ ദിവസം. എവിടെ തലയിലെന്തോ ഇരിക്കുന്നത്? തലയിൽ അരിച്ചാക്ക്. അരിച്ചാക്കോ? എന്റെ പൊന്നെ, നീയാള് കൊള്ളാല്ലേ. ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. മന്ദബുദ്ധിയല്ല. അവിൽ ചാക്കാണ് അത്. 1/2 കിലോ ഉണ്ടാവും. 1/2 കിലോ അല്ല, കാക്കിലോ. അലങ്കാരപ്പണി എന്നാണ് അവനെ ഉദ്ദേശിച്ചത്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. കൊളാക്കി. കുചേലന്റെ കക്ഷത്ത് വെച്ച് വേർപ്പുറ്റിയ അവിലല്ല. പിന്നെ ഏതാ? ഇത് പാലക്കാട് പർവ്വതങ്ങളിൽ വളരുന്ന പച്ചപ്പരവതാനിയിൽ മുളയ്ക്കും. വളരുന്നതാ? അല്ല, പർവ്വതങ്ങളിൽ പരദീസയിലെ
పరవదాని పచ్చ విరిచి అలా చేరనదు మేటప్ప ఏమండి నాకు అర్థమైతే చెప్పండి అదే మీరు తెలుగులో చెప్పండి ഞാൻ ഇത്ര നേരം പൊട്ടന്റെ മുമ്പിൽ ശങ്കൂന്നിരുന്ന ഒന്നുമില്ലേ ഓ അതിന് ഭാഷയില്ല പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശ് കൊണ്ട് കള്ളും കുടിച്ച് എൻ്റെ മോളെ കഷ്ടത്തിലാക്കലെ വേലായുധ. പാട്ട് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാനോ നല്ല രാഗം പോലെ ഫീൽ ചെയ്തു. ഒന്നുകൂടെ പാട്. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശ് കൊണ്ട് കള്ളും കുടിച്ച് എൻ്റെ മോളെ കഷ്ടത്തിലാക്കലെ വേലായുധ. എൻ്റെ മോളെ കഷ്ടത്തിലാക്കലെ വേലായുധ. മറിയേരമ്മേരാട്ടുകുട്ടി മണിയന്റെ മേര സോപ്പ് പട്ടി മറിയേരമ്മേരാട്ടുകുട്ടി മണിയന്റെ മേര സോപ്പ് പട്ടി പാട്ടുപട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന കുട്ടം പട്ടി. പിന്നെ അവിലൊക്കെ എവിടെ പോയി? ഉണ്ടായിരുന്നല്ലോ. ഈ പാട്ട് പാടാനല്ല പറഞ്ഞത്. ഈ അവില് വെള്ളത്തിലാക്കലെ വേലായുധ. വിട്ടോ വിട്ടോ. എന്താണ് പേര്? നൈസ്ന. നൈസ്. എവിടെയാണ് നാട്? കാലടി. റെഡി? ഒരു ഗംഭീര ആക്ടിംഗ് ആണ് നമ്മളിവിടെ കാഴ്ചവെക്കാൻ പോകുന്നത്. ഡയലോഗ് അയ്യേ, ഇത്രയും നേരം ഡയലോഗ് പഠിച്ചില്ലേ? കുറച്ച് പറഞ്ഞാൽ മതി, ബാക്കി ഇദ്ദേഹം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, റെഡി, ആക്ഷൻ. സതീർത്യോ സതീർത്യോ. ഇത് പെണ്ണാണമ്പോ നമുക്കായി പോയല്ലേ? സതീർത്യോ സതീർത്യോ എവിടെയവൻ? കൂയി. ഈ കൂര് കേട്ടാ കിടന്ന് ഉറങ്ങും കേട്ടോ. ഇതൊന്ന് പിടിച്ചേ. എന്താ ഇത്? എന്താ ഇത്? പറ, ബാക്കി പറ. ട്രൗസർ ഒന്ന് കേറ്റിടാം. ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ചയാണ് ഇന്ന്. കുചേല ദിനം. ദരിദ്രനായ കുചേലൻ സമ്പന്നനായ കൃഷ്ണനെ കാണാൻ വരുന്നു. എവിടെയുണ്ട് സതീർത്ഥ്യൻ? കൂയി. ഈ തലയിൽ എന്താ ഇരിക്കുന്നത്? ചാക്ക്, അവൽ ചാക്ക്. ഇത് കുചേലന്റെ കക്ഷത്തിൽ വെച്ച് വേർപ്പ് വന്ന അവൽ ചാക്കല്ല. പാലക്കാട് പർവ്വതാനിയിലെ പറുദീസയിൽ മുളപ്പിച്ചെടുത്ത പാലക്കാട് പച്ച പരവതാനിയിൽ മുളപ്പിച്ചെടുത്ത അവലാണ്. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എൻ്റെ അവില വെള്ളത്തിലാക്കല്ലേ വേലായുധ, എൻ്റെ അവില വെള്ളത്തിലാക്കല്ലേ വേലായുധ. ഇതാര്? രുക്മിണി ദേവി. ഓക്കെ, താങ്ക് യു. ഇത്തിരി വെള്ളം കൊണ്ടുപോടാ ആരെങ്കിലും. അതും പ്രതീക്ഷിക്കണ്ടേ. ശരി, എന്താണ് പേര്? അജൻ. അജൻ എവിടെയാണ്? നാട് എവിടെയാണ്? നാട് ചെറായി. ആക്ഷൻ. സതീർത്യോ എവിടെ നീ? ഇതൊന്ന് പിടിക്കോ? ഇതിനൊക്കെ ചത്തിട്ടെടുത്താ പോരെ. ഇതൊന്ന് പിടിക്കോ? കൂവല. കൂയി. ഇതൊന്ന് പിടിക്കോ? എന്തിനാ? നിക്കറൊന്ന് കയറ്റിടാനാണ്. ട്രൗസർ ഒന്ന് കയറ്റിടാനാണ്. ധനുമാസിലെ ആദ്യത്തെ ഞായറാഴ്ച, ബുധനാഴ്ച. കുചേല ദിനമാണ് അന്ന്. അപ്പൊ ബുധനാഴ്ച. ഏത് ബുധനാഴ്ച? ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കുചേല ദിനമാണ് അന്ന്. അപ്പൊ കുചേലൻ സതീർത്ഥനായ ശ്രീകൃഷ്ണനെ കാണാൻ വന്ന ദിവസം. എവിടെ എന്റെ സതീർത്ഥ്യൻ? പോയി. തലയില് അവിലിന്റെ ചാക്ക് കാക്കിലുണ്ട്. അഭിനയകലയിൽ നിന്റെ ഏട്ടന്റെ ഗുരുവായിരുന്നു, ഇപ്പോൾ ഭക്ഷണകലയിൽ നിന്റെയും. അങ്ങനെ എല്ലാവരുടെയും ഗുരുസ്ഥാനം ഏറ്റെടുക്കാൻ ഈ ചന്ദ്രന്റെ ജീവിതം പിന്നെയും ബാക്കി. മടക്ക് തിന്നു മക്കളെ, മടക്ക് തിന്നു. കഷ്ടത്തില് കുചേലം വെച്ചുകൊണ്ടുവന്ന ചാക്കല്ല, പാലക്കാട് അല്ല, അവിലല്ല, പാലക്കാട് പച്ചപ്പരവതാനിയിൽ നിന്ന് പകല് മുഴുവൻ പണിയെടുത്ത് അല്ലേ പർവ്വതത്തിൽ നിന്ന് പച്ചപ്പരവതാനിയിൽ നിന്ന് പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണാശ്ശേരി കള്ളൊഴിച്ച് വെള്ളത്തിലാക്കലല്ല. പെട്ടെന്ന് തന്നെ എസ്കേപ്പ് ആവാനുള്ള പരിപാടിയാ. ആരാ ഇത്? കൃഷ്ണന്റെ രുക്മിണി ദേവിയോ? ഹമാരാ കൈസേ ഹേ. കുറച്ച് സാധനം ഉണ്ടായി, മറന്നു. ഫ്ലൈറ്റ് കണ്ടുപിടിച്ചതല്ല. റൈറ്റ് ബ്രദേഴ്സ്.
നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. യെസ്, അപ്പോൾ നമ്മുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ്റെ സമയമായിരിക്കുകയാണ്. എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ പെർഫോം ചെയ്തുവെങ്കിൽ ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നു മിസ്റ്റർ കുഞ്ചാക്കോ. കുഞ്ചാക്കോ രസകരമായി തന്നെ ചെയ്തു. കുഞ്ചാക്കോ ഇനി എല്ലാം വെട്ടിത്തിളങ്ങും കേട്ടോ. 3 ഫ്ലവേഴ്സ് 1 ട്രസ്റ്റ് ഗ്രിനോറ ഡിഷ് വാഷാണ്. കൺഗ്രാറ്റ്സ്. ഇനി വിളിക്കുന്നു മിസ് നന്ദ. നന്ദ ഇവിടെ ഒരു നന്ദ, ഇത് ബി പെർഫ്യൂമിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. 12 അവേഴ്സ് ലാസ്റ്റിംഗ് ഗ്യാരൻറ്റിയും 3 ഡേയ്സ് ചെക്കിംഗ് ഗ്യാരൻറ്റിയുമുള്ള ഒരു പ്രൊഡക്റ്റാണ്. കൺഗ്രാറ്റ്സ്. ഇനി ഞാൻ വിളിക്കുന്നു മിസ് ആയിഷ. എന്തുണ്ട് ആയിഷ? ഹാപ്പി അല്ലേ? ആയിഷയ്ക്ക് പറ്റിയ ഒരു സാധനമാണ് അലങ്കൃത ഹെയർ ഓയിലാണിത്. വളരെ മനോഹരമായ ഹെയർ ഓയിലാണ്. 3 മാസം വരെ ഉപയോഗിക്കാനുള്ള ഹെയർ കെയർ ഓയിൽ, ഒരു കംപ്ലീറ്റ് ഹെയർ കോഴ്സാണിത് കേട്ടോ. കൺഗ്രാറ്റ്സ്. നമ്മൾ ഏതൊരു വേദിയിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഫസ്റ്റ് വരിക എന്നുള്ളൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഫസ്റ്റ് വന്ന ആരായിരുന്നു വന്നത്? ഗോകുലിന് ഒരു ചെറിയ ഗിഫ്റ്റാണ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന് പകരം ചെറിയൊരു ഉപഹാരം. ഓക്കെ, നല്ല ചിരിയാണ് കേട്ടോ. കൊച്ചിൻ ഇൻ്റർനാഷണൽ ഏവിയേഷൻ സർവീസസ് ലിമിറ്റഡ്, അവിടെയായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളായി നിന്നത്. അപ്പോൾ വളരെ മനോഹരമായ കുട്ടികളായിരുന്നു. രസകരമായി തന്നെ അവർ പെർഫോം ചെയ്തു. ഇവരെ നമുക്ക് തന്നെ അറിയാം, വലിയ ആക്ടേഴ്സൊന്നും അല്ലെങ്കിൽ പോലും ഇതിൽ പങ്കെടുക്കുക എന്നുള്ളൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ മനോഹരമായി അവർ പങ്കെടുത്ത് വളരെ കോപ്പറേറ്റീവായിട്ടുള്ള കുട്ടികളായിരുന്നു. എന്നാൽ ഇവർക്ക് ആഗ്രഹിക്കുന്ന പോലെ നല്ല ഫ്യൂച്ചർ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാവിധ ഭാവങ്ങളും. തൽക്കാലം ഞങ്ങൾ ഇവിടെ പറയുകയാണ്. അടുത്ത നമ്മൾ മറ്റൊരു കോളേജിലേക്ക് പോകുന്നതുവരെയും ഗുഡ് ബൈ.